ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള കുറെ പൂക്കളൊക്കെ ആയിട്ട് ഇതായിട്ട് വരുന്നുണ്ടല്ലേ. നമുക്ക് ആക്ച്വലിയിലെ പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ സമയത്ത് വീടിനകത്തൊക്കെ ക്രിസ്മസിന്റെ കുഞ്ഞു പൂക്കള്, കുഞ്ഞു സാധനങ്ങളൊക്കെ കേട്ടോ. ഇത് ആക്ച്വലി നല്ല ഒരു എന്താ പറയുന്നത്, ബ്ലൂബെറിയുടെ സാധനമാട്ടോ. നല്ല രസമായിട്ടല്ലേ. ബ്ലൂബെറി പോലെ തന്നെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും എന്നല്ല, ബ്ലൂബെറി ആണ്. ഈ ബ്ലൂ പോട്രിയിൽ വെക്കാൻ പറ്റുന്ന നല്ല ഒരു ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു സൂത്രമാണ്. അത് തന്നെയല്ല, ഈ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്ത് ഇത് ഭയങ്കര ക്ലാസി ആയിട്ടൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു പീസിന് 360 രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. പക്ഷെ ഇത് രണ്ടായിട്ട് വെക്കത്തില്ല, 1, 3, 5 അങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് ഇത്. കുറേ നാൾ നിങ്ങൾ ഓർക്കിത് എന്താ വൈറ്റ് ആയിട്ടിരിക്കുന്നത്, ഇതുപോലെ ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ബ്ലൂബെറിക്ക് ഒരു ഭംഗിയുള്ളത് കേട്ടോ. ഇതിനെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല കൊലയായിട്ട് നിൽക്കുന്ന ബ്ലൂബെറി നല്ല രസമാട്ടോ. നല്ലത് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഭംഗിയായിട്ട് വരും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സസ് ആണ്. ഇത് ആക്ച്വലി ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറയാം, ഇങ്ങനെ പല പല പേരുകൾ ഇത് പറയും. ഇതുപോലെ ബാസ്ക്കറ്റ് ആയിട്ട് ഇത് കെട്ടിവെക്കും. ഇത് ഊരാൻ പറ്റുമേ, ഇത് വാഷ് ചെയ്യാനും പറ്റും. പക്ഷെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടണ്ട, അല്ലാതെ നമുക്ക് വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിനകത്ത് പല പല സാധനങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ വെക്കുന്നത്. ഇനിയുള്ളത് കണ്ടോ, നല്ല രസത്തിലുള്ള, ഇപ്പൊ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാട്ടോ. ഇത് എന്ത് രസമാണെന്ന് നോക്കിയേ. ഈ ഒരു ബെഡ്ഷീറ്റിന് നല്ല മാച്ചായിട്ട് വരും. ഇത് കണ്ടോ, ഈ ബെഡ്ഷീറ്റുള്ള എല്ലാ സാധനവും ഇതിലുണ്ട്. ട്രീ ഉണ്ട്, പൂവുണ്ട്, ബെറി ഉണ്ട്, അത് ഈ ഒരു സൂത്രം ഉണ്ട് കേട്ടോ. കറക്റ്റ് അതിന് മുകളിൽ തന്നെ ഞാൻ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇതുപോലത്തെ ഒരു പീസായിട്ട് വെച്ചാൽ വലിയ ഭംഗിയൊന്നും കാണത്തില്ല കേട്ടോ. ഇതൊക്കെ ഓരോ സ്ഥലത്തും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. ഇതിനൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള വിലയുള്ളൂ. ഒരു 109 രൂപയുള്ളൂ കേട്ടോ ഒരു പീസിന് കേട്ടോ. അപ്പോൾ ഒരു 2 പീസോ 3 പീസൊക്കെ ആയിട്ട് വാങ്ങിച്ച് അവിടെ ഇവിടെയൊക്കെ കൊളുത്തി കൂട്ടിയൊക്കെ അലങ്കരിച്ചൊക്കെ നമുക്ക് വെക്കാം. വേണമെങ്കിൽ കേക്കിന്റെ താഴെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാട്ടോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഇതുപോലത്തെ സാധനങ്ങൾ നിങ്ങൾ വെക്കുന്നത്. ഇതുപോലെ തലതിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഫ്രണ്ട് ഡോറിൽ ഇതിങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റും. അപ്പം കുറച്ച് പയ്യെ വളയ്ക്കാനുള്ള, വലിയ വളയൊന്നും വളയ്ക്കരുത്, വളയ്ക്കാനൊക്കെ വളയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഒടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇങ്ങനെ വെക്കാം. ഇതിന്റെ ഒരു പൈസ വന്നിട്ട് 109 രൂപയാണ് കേട്ടോ. നല്ല രസമല്ലേ ട്രീ ഇരിക്കുന്ന കാണാന്. ഇനിയുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 890 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു പ്രിന്റ് ഉണ്ട്, ആ പ്രിന്റിന് 890 റുപ്പീസ് ആണ്. ബാക്കി എല്ലാത്തിനും 695 റുപ്പീസ് ഉള്ളെന്ന് കേട്ടോ. ഈ 895ന്റെ ബെഡ്ഷീറ്റിന്റെ പ്രിന്റിങ്ങിന് വ്യത്യാസമുണ്ട്, ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട്. എല്ലാം കൊണ്ടും നമ്മുടെ 695 കുറച്ചുകൂടി അതിന് ത്രെഡ് കൗണ്ടും അതും ഇതുമെല്ലാം കൂടുതലായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. പ്രിന്റ് ഭയങ്കര ഭംഗിയാ കാണാനും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ. ക്രിസ്മസ് അല്ലാതെയും വിരിക്കാം. ഇതിന്റെ തന്നെ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ സിംഗിൾ ബെഡ്ഷീറ്റും അവൈലബിൾ ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ റെഡ് കളറാണ്. സിംഗിൾ ബെഡ്ഷീറ്റും ഇതിന്റെ അവൈലബിൾ അല്ലേ, ഇതിന്റെ സിംഗിൾ ബെഡ്ഷീറ്റും ഇതിന്റെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോ ഞാൻ കാണിച്ചത് എന്താ പറഞ്ഞ ക്യൂൺ സൈസ് ആണ്. എനിക്കൊരു സംശയം, അതിന്റെ സിംഗിൾ പ്രിന്റ്സ് ഒക്കെ തീർന്നു പോയത് അതിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണ് കാണിച്ചു കേട്ടോ. എന്തൊരു സാധനമല്ലേ. നല്ല ഭംഗിയായിട്ട് 2 വലിയ പില്ലോ കവേഴ്സ്. ആദ്യമായിട്ട് ആ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തീർന്നോ എന്നൊരു തോന്നലിൽ ഞാനൊരു വീഡിയോ എടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാം പോയി ചകഞ്ഞ് നോക്കുവേ. ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ അവിടെയൊക്കെ പോയി എനിക്ക് ചകഞ്ഞ് നോക്കത്തില്ല, അതുപോലെ. ഇനി അടുത്ത ഷീറ്റ്, ഈ ഒരു ഷീറ്റ് ആട്ടോ. ഇതും നമ്മുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. സാധാരണക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, തിക്കായിട്ടുള്ള കോട്ടൺ അല്ല. സൈഡ് ബോർഡർ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഇതിന്റെ കൂടെ അവൈലബിൾ ആട്ടോ.
ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പെൻക്യൂണിന്റെ ഈ ഒരു ഷീറ്റാട്ടോ. ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇടാം, അല്ലാതെ ഇടാം. നമ്മൾ പിള്ളേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ സമയത്ത് പേരൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം പല സാധനങ്ങൾ, കാറ് ലൈക്ക് മീൻസ് ഓരോരുത്തരുടെ ഐഡിയാസ് ആണ്. കാറിന്റെ പ്രിന്റ് ഉണ്ടോ, മീൻസ് അതൊക്കെ ഒരു രസമുള്ള ഒരു കാര്യമാട്ടോ. കാറിന്റെ പ്രിന്റ് അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രിന്റ് നമുക്ക് ആലോചിച്ച് എൻ്റെ തലയിലിരിക്കും. എന്നാൽ ആ പ്രിന്റ് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും. അത് ആക്ച്വലി ചിലതൊക്കെ ചില ആൻറ്റിമാരുടെ നല്ല ഐഡിയാസ് ആണ് എനിക്ക് ഷെയർ ചെയ്യുന്ന ചില പ്രിന്റ്സ്. അവർ പറയുന്ന പ്രിന്റ്സ് തന്നെയാണ് ഞാനത് റെപ്ലിക്ക ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഷീറ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തന്ന ഒരു ഷീറ്റ് കേട്ടോ മോളെ. അത് കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചു. അതിനേക്കാളും കുറച്ചുകൂടി ചെറുത് വേണം, പക്ഷെ അത് ഇച്ചിരി ഡാർക്ക് ആയിട്ടിരിക്കണം എന്നൊരു ആൻറ്റിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ദൈവം തമ്പുരാനും കൂടെ വിചാരിക്കണം അതുപോലെ തന്നെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ നല്ലൊരു പെൻക്യൂൺ, നല്ല ക്രീം കളറിലെ. ഇനി അതിനേക്കാളും നല്ല രസത്തിൽ, നല്ല ഇനി വൈറ്റ് വേണ്ട, ക്രീം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി നല്ലൊരു ഷീറ്റ് ഉണ്ട്. നല്ല ബ്ലൂ കളർ വെറൈറ്റി ആയിക്കോട്ടെ. എന്തിനാ എപ്പോഴും നമ്മൾ ഈ ഒരേ ഒരു കളർ കോമ്പിനേഷനിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസിനാണെങ്കിലും നമുക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ, അല്ലാത്ത സമയത്തും വിരിക്കാം. നല്ല രസമായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു റെഡ് കളറാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഐഡിയാസ് ഉണ്ടല്ലോ, എന്താണല്ലോ അവരെ നമ്മൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്ക് മതിയാകത്തില്ല. ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചെയ്യുമ്പോഴില്ലേ, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്കത് കൂടുതൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ അവർ എത്ര നല്ലതായിട്ട് ചെയ്താലും മനസ്സിലാക്കി എത്ര എഫേർട്ട് എടുത്താലും ഇതൊന്നും പോരാ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുന്നത്, മീൻസ് ഒരു അവർക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല. അപ്പം മറ്റൊരാൾ അത് നല്ലതായി ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് അസൂയ. അതുകൊണ്ട് അവർ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി കുറേ ചീത്ത കാര്യങ്ങളും ഓൺ ദ പബ്ലിക്ലി അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങളൊന്ന് വിഷമം തോന്നണ്ട. കാരണം അത് അവരുടെ ക്യാരക്ടർ, അത് നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഇതെന്താ ഞാൻ ഇന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്കില്ലാത്ത കഴിവ് വേറെ ആൾക്ക് കാണുമ്പോൾ കുശുമ്പ. അതെല്ലാത്തിനും മെയിൻ കാരണം കുശുമ്പ കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു അതായത് ഇന്ന് എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ കുശുമ്പ് ഒന്നിനും ഒരു മരുന്നല്ല, അത് കൊള്ളാം, അങ്ങനെ ഒരു മരുന്ന്, അങ്ങനെ ഒരു ടൈറ്റിലായിരിക്കും കേട്ടോ. അത് നമ്മൾ ആക്ച്വലി സ്നേഹം കൊണ്ട് എല്ലാം നടക്കത്തുള്ളൂ. കള്ളത്തരത്തിൽ നടക്കത്തില്ല, മാനിപ്പുലേറ്റ് ചെയ്താൽ നടക്കത്തില്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല എന്താ പറഞ്ഞേ, ഇത് ആക്ച്വലി കളർ പോയതൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ വാട്ടർ കളർ പോലെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രിന്റാണ്. എന്താ ഇതിൻ്റെ ലൈക്ക് നല്ല മത്തങ്ങയുടെ ഡിസൈനിലുള്ള നല്ലൊരു ഷീറ്റ്, നല്ല സൈഡ് ബോർഡർ, നല്ലൊരു ക്രീം കളർ കേട്ടോ. അപ്പൊ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ടൊന്നും വിഷമിച്ചൊന്നും ഇരിക്കാതെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എല്ലാ ദിവസത്തെ കാര്യം എന്താണ്. അപ്പൊ നല്ല സന്തോഷം, കൂടെ ഉള്ളവരെയൊക്കെ നല്ല ചേർത്ത് പിടിച്ച് ഒരാളോട് മാത്രം കൂടുതൽ സ്നേഹം കാണിക്കാതെ എല്ലാം നന്നായിട്ട് ഇരുന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കണം. അപ്പൊ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മാഗ്നസ്കേപ്സ് എല്ലാ സൺഡേയും ക്രിസ്മസ് വരെ രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ ഓപ്പൺ ആയിരിക്കും. അല്ലാത്ത ദിവസം രാവിലെ 10 മണി തുടങ്ങി 7 മണി വരെയാണ്. മാഗ്നസ്കേപ്സിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് സ്പേസേ ഉള്ളൂ. ബാക്കിൽ ഒരു 25 വണ്ടിക്കുള്ള പാർക്കിംഗ് സ്പേസ്. ഇന്ന് എൻ്റെ ശബ്ദം നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ശബ്ദത്തിന് എന്തോ പറ്റിയെന്നേ ലൈക്ക് എനിക്കറിയില്ല, ഒരുപാട് അലച്ചിട്ടായിരിക്കും. ലൈക്ക് മാഗ്നസ്കേപ്സിന് പുറകിൽ ഒരു 10-25 വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ അവർക്ക് വിഷമമുണ്ട്, പാർക്കിംഗ് ഇല്ലയോ എന്ന് പേടിയാണേ. അപ്പോൾ പേടിക്കേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി ആണെങ്കിൽ ഒത്തിരി ദൂരത്ത് വന്ന് പാവം അത് കെട്ടി വലിച്ച് ഒരു തരത്തിലാണ് പോയത്. അപ്പം ഞാൻ പറയുമായിരുന്നു നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, നിങ്ങൾ അവിടെ കയറി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ മറ്റുള്ളവരെ കുറിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാതെ, നല്ല കുശുമ്പ് കുഞ്ഞായ്മയൊന്നും ഉണ്ടാക്കാതെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. താങ്ക്